ഇതിനുള്ള കാര്യമൊന്നും അറിയില്ല. ഹലോ ഗൈസ്, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. എൻ്റെ യൂട്യൂബ് ചാനലിലെ പുതിയ വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. ലൈഫിൻ്റെ പോക്ക് എങ്ങോട്ടാന്നൊരു എത്തുമ്പിടി കിട്ടാത്തൊരവസ്ഥയിൽ കൂടിയാണ് കേട്ടോ ഇപ്പോൾ കടന്നു പോകുന്നത്. ഇത്രയും ദിവസം ഞാൻ ചിന്തിച്ച ചിന്തകളല്ല ഇപ്പോൾ. നമുക്ക് പല ഇഷ്ടങ്ങളും പല സമയത്തും ഉണ്ടാവുമല്ലോ. പക്ഷെ എൻ്റെ പല ഇഷ്ടങ്ങളും എൻ്റെ ചെറുപ്പം തൊട്ടേ ഉള്ളതൊക്കെ തന്നെയാണ് കേട്ടോ. അത് പല സാഹചര്യങ്ങൾ കൊണ്ട് നമ്മളത് കുഴിച്ചു മൂടി അങ്ങനെ അവിടെ ഇട്ടേക്കാന്ന് അറിയില്ലേ. അങ്ങനെ ഒരു ആഗ്രഹമാണ് കേട്ടോ. നിങ്ങളിപ്പോൾ എൻ്റെ കണ്ടുകൊണ്ടിരിക്കുന്ന യൂട്യൂബ് ചാനലും വീഡിയോസും എല്ലാം തന്നെ എന്താ പറയുക, മുന്നേ ഞാൻ ഇൻസ്റ്റഗ്രാമിൽ വീഡിയോസ് ചെയ്ത് വെച്ച് ഞാൻ കമ്പയർ ചെയ്യുമ്പോൾ ഞാൻ ഒരുപാട് ബെറ്റർ ആയിട്ടുണ്ട്. ഇപ്പോൾ ഇതിനുള്ള ഒരു സൗകര്യം എനിക്ക് വീട്ടിലായാലും ഉണ്ട്. അതിൽ ഞാൻ വളരെ സന്തോഷമാണ്. ഇപ്പോൾ അത്രയും പോലും ചെയ്യാൻ പറ്റാത്ത ഒരുപാട് ആൾക്കാർ നമുക്ക് ചുറ്റുമുണ്ട്. നമുക്ക് നമ്മൾ വിചാരിക്കുന്ന കാര്യങ്ങൾ അപ്പം തന്നെ നേടിയെടുക്കാൻ സാധിക്കൊന്നുമില്ലല്ലോ. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമ്മൾ വല്ല എന്താ പറയുക വണ്ടർ വുമൺസ് ഒക്കെ ആയിരിക്കണം. അപ്പം എന്തായാലും ഞാനതല്ല. അപ്പം അങ്ങനത്തെ ഞങ്ങളുടെ ഒരു ആഗ്രഹം നമുക്ക് സാധിക്കാൻ പറ്റുമോ എന്നൊക്കെ ഒന്ന് ട്രൈ ചെയ്യാമെന്ന് കരുതി ഞാനും ഷാൻജിനും കൂടെ ഇറങ്ങി തിരിച്ചേക്കാണ്. ഭാഗമായിട്ട് ഞങ്ങളൊരു കോഴ്സിന് ജോയിൻ ചെയ്തിട്ടുണ്ട് കേട്ടോ. എന്താ ഏതാന്നൊക്കെ ഞാൻ നിങ്ങളുടെ അടുത്ത് പിന്നീട് പറയാം കേട്ടോ. അപ്പം ഞങ്ങളുടേത് ഫസ്റ്റ് ഡേ ആണ്. അപ്പോൾ ദീപാവലി സെലിബ്രേഷൻ ആയതുകൊണ്ട് തന്നെ അവർ ഇന്ന് എന്തായാലും വന്നോ, നല്ലൊരു ദിവസമല്ലേ എന്ന് പറഞ്ഞിട്ട് ഞങ്ങൾ അന്ന് ചെന്നതാണ് കേട്ടോ. ഞങ്ങൾക്ക് അവിടെ ഒരാളെയും പരിചയമില്ല. അതുകൊണ്ട് തന്നെ പിന്നെ ഞങ്ങൾ രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും കമ്പനി ഉള്ളതുകൊണ്ട് ഞങ്ങൾക്ക് ബോറടിച്ചൊന്നുമില്ല. തുടക്കത്തിൽ നമ്മുടെ അടുത്ത് ആരും ഒന്നും സംസാരിക്കുന്നുണ്ടായിരുന്നില്ല, കാരണം നമ്മൾ ആർക്കും അറിയില്ലല്ലോ. അങ്ങനെ പുതിയ സ്റ്റുഡൻസ് ആണെന്നൊക്കെ പറഞ്ഞ് പരിചയപ്പെടുത്തി കൊടുത്ത് പിന്നെ അവിടെ ഓരോ കോമ്പറ്റീഷനും കാര്യങ്ങളൊക്കെ തന്നെ ഉണ്ടായിരുന്നു കേട്ടോ. രംഗോലി മത്സരവും പിന്നെ മൈലാഞ്ചി മെഹന്തി ഡിസൈനൊക്കെ ഉണ്ടായിരുന്നു. ഞങ്ങളാകെ അങ്ങനെ പകച്ചിരിക്കായിരുന്നു. അതിൻ്റെ ഇടയിൽ ആര് പാട്ട് പാടും കാര്യങ്ങളൊന്നും പറഞ്ഞു. പക്ഷെ അഞ്ചിന് എനിക്ക് 8ന്റെ പണി തന്നു ഗൈസ്. പുതിയ സ്റ്റുഡൻസിൽ ആരെങ്കിലും പാടുമോ എന്ന് ചോദിച്ചപ്പോൾ അവൾ എൻ്റെ പേര് പറഞ്ഞു. ഞാനാണെങ്കിൽ വീട്ടിൽ കരവക്കിട്ട് മാത്രം പാടിയിരുന്നു. എന്നെ അവൾ വേദിയിലോട്ട് കയറ്റി. ഞാൻ വീട്ടിൽ പാടുമ്പോൾ ഇതിനേക്കാളും ബെറ്ററായി പാടാറുണ്ട്. പക്ഷെ എൻ്റെ കൈയുടെ വിറയും എൻ്റെ സൗണ്ടിൻ്റെ വിറയും എനിക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റിയില്ല ഗൈസ്. എനിക്ക് അവിടെ ഒരാളെയും പരിചയമില്ല. എനിക്ക് വേദിയിൽ നിന്ന് നമ്മൾ ഓഡിയൻസിന് നോക്കുമ്പോൾ ഉണ്ടല്ലോ മൊത്തം പരിചയമില്ലാത്ത മുഖങ്ങൾ. അവരൊക്കെ ഇങ്ങനെ നോക്കി കേട്ടിരിക്കുന്നുണ്ടെങ്കിൽ പോലും എനിക്ക് ആകെ പേടിയായിരുന്നു. എനിക്ക് ഒന്നാമത് സ്റ്റേജ് ഫിയറുള്ള ആളാണ് ഞാൻ. അങ്ങനെ ഞാൻ എങ്ങനെയോ അത് ഒപ്പിച്ചു. അത് കഴിഞ്ഞ് പിന്നെ അവിടെ മെഹന്തി ഡിസൈനിൻ്റെ കോമ്പറ്റീഷൻ്റെ റിസൾട്ട് പറയലായി, രംഗോലി മത്സരത്തിൻ്റെ റിസൾട്ട് പറയലൊക്കെ ആയിട്ടോ. നല്ല രസമുണ്ടായിരുന്നു. എല്ലാവരും നല്ല രീതിയിൽ തന്നെ പാർട്ടിസിപ്പേറ്റ് ചെയ്തിട്ടുണ്ട്. നമുക്ക് പിന്നെ ഇതിനെപ്പറ്റി വലിയ ഐഡിയ ഒന്നും ഇല്ലാത്തതുകൊണ്ട് നമ്മൾ അവിടെ ഇരുന്ന് വർത്താനൊക്കെ പറഞ്ഞ് ആസ്വദിച്ചു. ഞങ്ങൾ എല്ലാവരുമായിട്ട് കുറേ പരിചയപ്പെടും കാര്യങ്ങളൊക്കെ ചെയ്തിട്ട്. അപ്പോൾ കോഴ്സിനെ പറ്റി കുറച്ചുകൂടി ഡീറ്റെയിൽസ് ഞങ്ങൾക്ക് അവിടെ നിന്ന് കിട്ടിയായിരുന്നു. ഇതെന്താ ഡിസൈൻ എനിക്ക് ലാസ്റ്റത്തെ മനസ്സിലായില്ല കേട്ടോ. പിന്നെ ഞങ്ങൾക്ക് കുറച്ച് ഷോപ്പിംഗ് ഉണ്ടായിരുന്നു. ആമിയുടെ കോമ്പറ്റീഷൻ പങ്കെടുക്കുന്ന ആമിയാണെങ്കിലും അതിൻ്റെ ഓട്ടത്തിലാണ് കുറച്ച് ദിവസമായിട്ട് ഞാൻ. ഇതൊന്നും വലിയ ഓട്ടമൊന്നുമല്ല അറിയാം, എങ്കിൽ പോലും അതിൻ്റെ കോസ്റ്റ്യൂം സെറ്റ് ചെയ്യലും അതിൻ്റെ ബ്ലൗസ് പീസ് എടുക്കലും കാര്യങ്ങളൊക്കെ ആയിട്ട് പിന്നെ ഞാൻ വീട്ടിൽ വന്നു. പിന്നെ എനിക്ക് വീഡിയോ ഒക്കെ അപ്ലോഡ് ചെയ്യാനുണ്ടായിരുന്നു. അങ്ങനെ ഇതാണ് കേട്ടോ ആമിയുടെ ടീം. ഞാൻ പാട്ടൊന്നും ഞാൻ എന്തായാലും ഇപ്പിടില്ല. അതൊക്കെ നമുക്കൊരിക്കൽ കേൾക്കാം. നല്ല അടിപൊളിയാണ് കേട്ടോ. പിള്ളേർ നന്നായി പ്രാക്ടീസൊക്കെ ചെയ്യുന്നുണ്ട്. എന്താ പറയുക, ദൈവം അനുഗ്രഹിക്കട്ടെ, അവർക്ക് നന്നായി പെർഫോം ചെയ്യാൻ ഒക്കെ പറ്റട്ടെ കേട്ടോ. അത് കഴിഞ്ഞ് എൻ്റെ ഫ്രണ്ടിൻ്റെ കയ്യിൽ നിന്ന് ഞാനൊരു സാധനം ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് വാങ്ങിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഞാൻ ആമീനെ കൊണ്ടുവന്നത്. ആമിക്ക് നീ തുറന്നു നോക്ക്. ഞാൻ നിന്നോട് വാങ്ങിപ്പിക്കോ? ഞാനിത് ഊരാറില്ലേ തുറക്ക ഇങ്ങോട്ട് രമണ. ആമിക്ക് അങ്ങോട്ട് ഈവിളായിക്ക് എടുക്കട്ടെ എന്ന് തിരിച്ചു ഞാൻ പറഞ്ഞ അതന്നെ. പക്ഷേ എൻ്റെ ഫ്രണ്ടാണ് കേട്ടോ ജിതു. ആൾ ഇൻസ്റ്റഗ്രാമിലൊക്കെ അത്യാവശ്യം ആക്റ്റീവാണ്. അപ്പോൾ ആളുടെ ഒരു പേജ് ഉണ്ട് ശംഖുപുഷ്പം എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ നമുക്ക് കുറേ ക്ലോത്ത്സും ഇങ്ങനത്തെ കുഞ്ഞു ഓർണമെൻറ്റ്സ്, ആൻറ്റി ടർണിഷ് ഓർണമെൻറ്റ്സും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ഞാൻ അവളുടെ നിന്ന് സാരി എന്തെങ്കിലുമൊക്കെ വാങ്ങിക്കണമെന്ന് വിചാരിച്ചിട്ടുണ്ട്. പക്ഷേ ഇപ്പോഴത്തെ ഒരു സാഹചര്യത്തിൽ എൻ്റെ ബഡ്ജറ്റില്ല ഗൈസ്. പക്ഷെ ഞാൻ അവളുടെ നിന്ന് എനിക്ക് എന്തെങ്കിലും വാങ്ങിക്കണം എന്നുണ്ട്. അപ്പോൾ എൻ്റെ ബഡ്ജറ്റിൽ ഒതുങ്ങിയതും ഞാനൊരു തപ്പി നടക്കായിരുന്നു ഒരു ഈവിളയുടെ പെൻഡൻറ്റ് വരുന്ന ഒരു ചെയിൻ. അങ്ങനെ ജിതു എനിക്ക് ആമിയുടെ സ്കൂളിലേക്ക് അത് എത്തിച്ചു തരാൻ കേട്ടോ ചെയ്തത്. സ്കൂളിലേക്ക് എന്നല്ല, ഞാൻ എന്തായാലും
ആമീനെ പിക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് അങ്ങോട്ട് പോകണമായിരുന്നു. ഒരു 5:30 വരെ അവർക്ക് പ്രാക്ടീസൊക്കെ പോകുന്നുണ്ട്. അവളിപ്പോൾ ക്ലാസ്സിലൊന്നും കയറുന്നില്ല ഗൈസ്. അവൾ മൊത്തം ഇതിൻ്റെ പ്രാക്ടീസിലാണ്. പിന്നെ ഒരു വൈബല്ലേ ഇതിൻ്റെ കലോത്സവം എന്നൊക്കെ പറഞ്ഞപ്പോൾ നമുക്കൊക്കെ ഒരുപാട് ആഗ്രഹം ഉണ്ടായിരുന്നതാണ്. നമ്മളതൊക്കെ എന്തായാലും ലൈഫിൽ മിസ് ചെയ്തു. അപ്പോൾ പിന്നെ അവരെങ്കിലും എൻജോയ് ചെയ്യട്ടെ എന്ന് കരുതി. പക്ഷേ പഠിപ്പിൽ മോശമാക്കാൻ ഞാൻ സമ്മതിക്കൂല കേട്ടോ. അങ്ങനെ പിന്നെ ഞങ്ങൾ തിരിച്ച് വീട്ടിലേക്ക് വരുന്ന വഴിയാണ് ഞാൻ അഭിച്ചേട്ടൻ്റെ ഫോൺ ഷോപ്പിൽ നിന്ന് എടുക്കാൻ മറന്നിട്ടുണ്ടായിരുന്നു. ഓഫീസ് ഫോണാണ്. അപ്പോൾ അതെടുക്കാൻ മറന്നത് ഞാനും മറന്നു. എന്നിട്ട് ഞങ്ങൾ പറവട്ടാനെ എത്തിയപ്പോൾ വീണ്ടും തിരിച്ച് ടൗണിലോട്ട് പോയിട്ടോ. പക്ഷേ എൻ്റെ പൊന്നേ, ടൗണിലേക്ക് പോയത് ഞങ്ങൾ പെട്ടുപോയി. അന്ന് എന്തോ സമ്മേളനം എന്തോ നടക്കുന്നുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ നല്ല 8ൻ്റെ പണി കിട്ടാമെന്ന് പറയില്ലേ. ഞങ്ങളുടെ ശക്തൻ്റെ അവിടെയൊക്കെ ഒന്നാമത് റോഡ് ക്ലോസ്ഡ് ആണ്. അതിൻ്റെ പുറമെ എന്താ പറയുക, ബ്ലോക്കും കൂടി ആയിപ്പോൾ നിറച്ച് ബസ്സും എന്താ എല്ലാവരും ഓഫീസൊക്കെ കഴിഞ്ഞ് പോകുന്ന ഒരു സമയമാണല്ലോ. ഒരു 5:30 6 to 6:30 എന്നൊക്കെ പറയുന്നത്. അതിൻ്റേതായ തിരക്ക് നന്നായിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഈ ആകാശപാത ഈ വഴി എത്തുന്ന വരെ വലിയ സീൻ ഉണ്ടായിരുന്നില്ല. പിന്നെ അവിടെ നിന്ന് അങ്ങോട്ട് ഒരു രക്ഷയും ഉണ്ടായിരുന്നില്ല. എങ്ങനെയൊക്കെയോ പല വഴിക്ക് കടന്ന് ഞങ്ങൾ ഷോപ്പിലെത്തിയിട്ടോ ലാസ്റ്റ്. എനിക്ക് വീഡിയോയിൽ കാണാം എത്രത്തോളം ബ്ലോക്ക് ഉണ്ടെന്ന്. പിന്നെ ശക്തൻ്റെ അവിടെ നിന്ന് അങ്ങോട്ട് കടക്കാൻ പറ്റാണ്ടായപ്പോൾ അവിടെ തന്നെ ഒരു ചേട്ടൻ പറഞ്ഞു, ആ ഗ്രൗണ്ടിൻ്റെ അങ്ങോട്ട് കടന്നാൽ മക്കളെ അതുകൂടെ ക്രോസ് ചെയ്ത് പോകാം, അല്ലാണ്ട് നിങ്ങൾ ഇവിടെ നിന്ന് കഴിഞ്ഞാൽ നിങ്ങൾ 1 മണിക്കൂർ ഇവിടെ പെടേണ്ടി വരുന്നു. ഭാഗ്യത്തിന് ഒരു KSRTC ചേട്ടനെ ഒന്ന് ഒതുക്കി തന്നായിരുന്നു, ഇത്തിരി സ്ഥലം റോഡ് ക്രോസ് ചെയ്ത് പോകാനായിട്ട്. അങ്ങനെ ദേ ഫോണൊക്കെ മേടിച്ച് ഞങ്ങൾ എങ്ങനെയൊക്കെയോ പല വഴി പോയി. പിന്നെ ഞങ്ങൾ പുത്തമ്പള്ളിയുടെ സൈഡിലേക്കാണ് കടന്നത്. അപ്പോൾ പിന്നെ ആമിക്കാണെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ ബ്ലൗസ് പീസ് വാങ്ങിക്കാനുണ്ടായിരുന്നു. സംഭവം സിമ്പിളാണെങ്കിൽ പോലും നമുക്ക് ആമിയുടെ കോസ്റ്റ്യൂംസൊക്കെ തേടി നടന്ന് കണ്ടുപിടിക്കുക എന്ന് പറയുന്നത് ഭയങ്കര ടാസ്ക്കാണ് കേട്ടോ. സത്യം പറഞ്ഞാൽ ഒരു ഒപ്പീനിയൻ എടുക്കുക ഒരാൾ കൂടെ ഉള്ളത് നല്ലതാ. ഞങ്ങൾ ഒരിക്കത് വേറൊരു കുട്ടിയുടെ അമ്മയായിട്ട് പോയി തപ്പിയതാണ് കേട്ടോ. അതുകൊണ്ട് എനിക്ക് കുറച്ചും കൂടി ഈസി ആയിരുന്നു. അങ്ങനെ പിന്നെ അതിൻ്റെ ബ്ലൗസ് പീസൊക്കെ എല്ലാവർക്കും പോയി മേടിച്ചിട്ടാണ് കേട്ടോ ഞങ്ങൾ പിന്നെ തിരിച്ച് വീട്ടിലേക്ക് പോകുന്നത്. നൂഡിൽസ് ആണ് ഗൈസ്. മഴ. മൈ ഹെൽപ്പർ ബോയ്. അപ്പോൾ ആദ്യകൂട്ടനാണ് കേട്ടോ ഇങ്ങനത്തെ കാര്യങ്ങളിലൊക്കെ എന്നെ ഹെൽപ്പ് ചെയ്യല്. ഞാൻ കാലത്ത് ക്ലാസ്സിന് പോയി, അത് കഴിഞ്ഞ് ഞാൻ വീഡിയോ അപ്ലോഡ് ചെയ്യാനിരുന്നു. അത് കഴിഞ്ഞ് പിന്നെ അബ്ചേട്ടൻ വന്നപ്പോൾ ചായ ഉണ്ടാക്കലായി, അവിൽ നനയ്ക്കലും കാര്യങ്ങൾ, പിന്നെ കുറച്ച് പണി ഉണ്ടായിരുന്നു വീട്ടിൽ. അപ്പോൾ അതൊക്കെ ചെയ്ത് കഴിഞ്ഞപ്പോഴേക്കും പിന്നെ ആമീനെ വിളിക്കാനായി. അങ്ങനെ ഞാൻ ട്യൂഷൻ ഓണാക്കിയിട്ടാണ് ആമീനെ വിളിക്കാൻ പോയത്. പിന്നെ നടന്നൊക്കെ നിങ്ങൾ കുറച്ച് കണ്ടുല്ലോ. അപ്പോൾ അതുകൊണ്ട് തന്നെ പിന്നീട് ഒരു നൈറ്റ് കുക്കിങ്ങിന് നിൽക്കാൻ എനിക്കുള്ള ഒരു ത്രാണി ഉണ്ടായിരുന്നില്ല ഗൈസ്. അപ്പം ഞാൻ എങ്ങനെയോ മാഗി വെച്ചിട്ട് അഡ്ജസ്റ്റ് ചെയ്തു കേട്ടോ. പിന്നെ പച്ചക്കറി വാങ്ങിക്കാനൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ അതിന് ഞങ്ങളൊരു സൊല്യൂഷൻ കണ്ടുപിടിച്ചു. അപ്പോൾ ആദ്യം ഇങ്ങനത്തെ പണികളൊക്കെ എന്നെ നന്നായി ഹെൽപ്പ് ചെയ്യും കേട്ടോ. അവനേ വരുള്ളൂ. ആമീനൊക്കെ വിളിച്ച് ക്ഷണിച്ച് വരണമെന്നുണ്ടെങ്കിൽ നമ്മുടെ ഒരു ലോഡ് എനർജി നമ്മളവിടെ വേസ്റ്റ് ചെയ്യണം. അപ്പം ഞാനിങ്ങനെ അരിയിൽ ഇത് അമ്മ പറഞ്ഞെന്നുള്ള ട്രിക്കാണ് കേട്ടോ, ഞാൻ കണ്ടുപിടിച്ച ഒന്നല്ലേ. കക്കിന വേപ്പിൻ്റെ ഇല ഇട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് കുറേ നാൾ ഉപയോഗിക്കാൻ പറ്റും കേട്ടോ. അപ്പോൾ നമുക്കിപ്പോൾ ഈ ഒരു വലിയ ബക്കറ്റ് അരി ഉണ്ടെന്നുണ്ടെങ്കിൽ എനിക്കൊരു തോന്നുന്നു ഒരു 4 മാസത്തിന് മുകളിൽ എങ്ങനെയായാലും നിൽക്കും കേട്ടോ. ഭയങ്കര തിരക്ക് പിടിച്ചൊരു ദിവസമായിരുന്നു. ഓ മൈ ഗാഡ്, കാലത്ത് തുടങ്ങിയതാ. റൗണ്ടിലൊക്കെ അങ്ങേറ്റ് ബ്ലോക്കായിരുന്നു. എന്തോ സമ്മേളനം എന്തൊക്കെയായിരുന്നാവോ, മനുഷ്യന്മാരെ ബുദ്ധിമുട്ടിക്കാൻ വേണ്ടിയിട്ട് എന്തിനാ ഇങ്ങനെ ഒരു പരിപാടി നടത്തണാവോ. ഒന്നാമത് ഈ റോഡ് പണിയായിട്ട് എല്ലായിടത്തും ക്ലോസ് ചെയ്തേക്കാം. ആ റോഡ് അങ്ങോട്ട് കിടക്കണം, ഈസി ആയിട്ട് കിടക്കുന്ന റോഡുകളൊക്കെ ക്ലോസ്ഡ് ആണ് ഓൾറെഡി. അതിന്റെ പുറമെ ഇതും സാഹസികമായിട്ടൊക്കെ ഞങ്ങൾ ഓരോ റോഡ് ക്രോസ് ചെയ്ത് വന്നത്. അന്ന് പച്ചക്കറി മേടിക്കാൻ പോവാന്ന് വെച്ചത്, അന്ന് അതും പറ്റിയിട്ടില്ല. നല്ല മഴയാ, പുറത്ത് ഇട്ടിയിട്ട് മഴയാ. ഉച്ചൻ്റെ അടുത്ത് വന്നിട്ടൊന്ന് പച്ചക്കറി മേടിച്ചിട്ട് വരാറുന്നു. മഴ ഒന്ന് കുറഞ്ഞിട്ടുണ്ട്. ഞങ്ങൾ പിന്നെ പച്ചക്കറി ഒന്നും മേടിക്കാൻ പോയില്ല കേട്ടോ. ഞാൻ ജിയോമാർട്ടിൽ സാധനങ്ങൾ ഓർഡർ ചെയ്യുക ചെയ്തത്. ആദ്യകൂട്ടനാണ് കേട്ടോ എന്നെ ഓർമ്മപ്പെടുത്തിയത്. ഞാൻ ഈ ആപ്പ് ഡൗൺലോഡ് ചെയ്ത് വെച്ചിട്ട് കുറേ നാളായി, പക്ഷെ ഒന്നും തന്നെ ഓർഡർ ചെയ്തിട്ടൊന്നും ഉണ്ടായിരുന്നില്ല. അങ്ങനെ ആദ്യയുടെ ബുദ്ധിയിൽ വന്നതിൽ ഞങ്ങൾ മഴയത്ത് പോവാണ്ട് പച്ചക്കറി വീട്ടിലെത്തിയിട്ടാ. ഞങ്ങൾ ഇൻസ്റ്റാമാർട്ടിലൂടെ സാധനങ്ങൾ ഓർഡർ ചെയ്തു. 20 മിനിറ്റിൻ്റെ ഉള്ളിൽ സാധനങ്ങൾ ഇവിടെ എത്തി. ബീറ്റ്റൂട്ട്, ആട്ടപ്പൊടി,
2 capsicum, 200 grams of ginger. അയ്യോ കുഞ്ഞിതല്ലോ തളിയരം. 2 small coconut. 1 kg potato. And 1 kg onion. Onion അല്ല onion. Thank you, Adi. Your idea saved us. പിന്നെ അതൊക്കെ ഒതുക്കി വെച്ച് ഞാൻ കിച്ചൺ ക്ലോസ് ചെയ്തു കേട്ടോ. എങ്ങനെയൊക്കെ ഒപ്പിക്കുകയാണ് ഇപ്പോൾ കുറച്ച് ദിവസമായിട്ട്. ഞാമിയുടെ കോമ്പറ്റീഷനും അഭിച്ചേട്ടൻ്റെ ചെറിയൊരു സർജറിയും കൂടി വരുന്നുണ്ട് നെക്സ്റ്റ് വീക്ക്. അപ്പോൾ അതും കൂടി കഴിഞ്ഞാൽ ഞാൻ കുറച്ച് ഫ്രീ ആവുള്ളൂ കേട്ടോ. അതുകൊണ്ട് തന്നെ എനിക്ക് വീഡിയോസ് ഒന്നും ഫുൾ കോൺസെൻട്രേഷനോടെയും ഡെഡിക്കേറ്റഡ് ആയിട്ടും എനിക്ക് എടുക്കാൻ പറ്റുന്നില്ല എന്നതാണ് ഒരു എന്താ പറയുക സത്യം. പക്ഷേ കലോത്സവത്തിൻ്റെ വീഡിയോ നമുക്ക് അടിപൊളിയായിട്ട് എടുക്കാൻ ശ്രമിക്കാം കേട്ടോ. അപ്പോൾ നിങ്ങൾക്കൊക്കെ ഇഷ്ടപ്പെടും. കാരണം ഇത് ഞാൻ എക്സ്പീരിയൻസ് ചെയ്തപ്പോഴാണ് അതിൻ്റെ ഒരു വൈബ് എനിക്ക് മനസ്സിലായത്. അപ്പോൾ എന്തായാലും നിങ്ങൾക്ക് ഞാനത് ഷെയർ ചെയ്യാം കേട്ടോ. എൻ്റെ മാതിരി ചേട്ടാ തന്നിരുന്ന് കാണുന്ന സിനിമ ചിറ്റി ഞങ്ങൾ തന്നിരുന്ന് കാണാൻ വെച്ചു. അപ്പം ഞങ്ങൾ തന്നിരുന്ന് കാണാൻ വെച്ചു. വെച്ചു ആസിഫ് അലിയുടെ ആഭ്യന്തര കുറ്റവാളി ഉണ്ടല്ലോ, ആ ഫിലിം ഇറങ്ങി നമുക്ക് ഒരുമിച്ച് കാണാമെന്നൊക്കെ പറഞ്ഞതാണ്. ഞാൻ ചേട്ടാ അവിടെ തന്നെ ഇരുന്ന് ഫോണിലിരുന്ന് കാണാമായിരുന്നു. അങ്ങനെ പിന്നെ ഞാൻ ആദ്യം ടി വിയിൽ വെച്ചിട്ട് അവിടെ ഇരുന്ന് ഫിലിമൊക്കെ കണ്ടു കേട്ടോ. കുഴപ്പമില്ലാത്തൊരു ഫിലിമാണ്, കണ്ടിരിക്കാം. കുറേ ഒരു മെസ്സേജാണ് അവർ ഷെയർ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. എനിക്ക് ഇതിൻ്റെ എക്സ്പീരിയൻസ് ഇല്ലാത്തതുകൊണ്ട് എനിക്ക് അറിഞ്ഞുകൂടാ, പക്ഷേ കുഴപ്പമുണ്ടായിരുന്നു. ഇന്നത്തെ ഒരു കുഞ്ഞു വ്ളോഗ് ഇവിടെ അവസാനിക്കുകയാണ് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ കണ്ടിട്ട് ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ പ്ലീസ് ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. ഓക്കെ, ബൈ. താങ്ക്സ് ഫോർ വാച്ചിങ്.